7 മണിയായി. നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പ്. സൗണ്ടൊക്കെ പോയി. ആദ്യം പോയി ഡോണ കുടിക്കാത്ത എനിക്കിടി എനിക്കിടി വിയേഡായിട്ടുള്ള ഒരു കാലാവസ്ഥ ഒന്നും കാണുന്നില്ല. അതെ, പെട്ടെന്ന് തന്നെ ഒരു മഞ്ഞ വന്നു. വാട്ട് ആംബിയൻസ്. ഓ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആൽബിയാനി. ഏത് മീറ്റിങ്ങിന് പോവാ? മീറ്റിങ്ങിലാണോ? നല്ല ക്ലൈമറ്റ്. ദാലസിനായിട്ട് കിടക്കുവാൻ വെറുതെ ഇറങ്ങുന്നുണ്ടല്ലേ മസാല ദോശയായിട്ട്. ഇത്ര നേരം മഴയും മഞ്ഞുമായിരുന്നു. ഇവിടുത്തെ വീഡിയോ എടുത്ത സമയത്ത് തന്നെയാണ് കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്തത് എന്ത്? ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും. ബിരിയാണി. ചായ വേണം. നോക്ക് നിന്റെ സാധനം എടുക്കട്ടെ. സൗണ്ട് ചോദിക്കാൻ പറ്റുന്നു അല്ലേ? 12 മണി. നമ്മളൊരു 1:30 ഡൽഹിയെത്തും. പിന്നെ അവിടെ നിന്ന് ക്യാബ് വിളിക്കണം, വീട്ടിൽ പോകണം, ഉറങ്ങണം. ഗൈസ് നമ്മള് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ 2 മാസത്തെ അവധിക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുന്നു. തോണ എന്താ തുണിയൊക്കെ എടുത്ത് കൊണ്ടുപോകണോ? തലയണ അവസാനം ഞങ്ങൾ ഡൽഹി. അയ്യോ മഴ. അയിനോ ഡോണയും ആൽബിയും ഇതേ പോണ്. ഒരു വണ്ടിക്കാരൻ ഞങ്ങളെ തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എങ്ങോട്ടാന്നറിയില്ല. ആൽബിൻ is so tired guys. ടയർഡായി. ടയർഡായി ഡോണ. 2 ബാഗുകളാണ് ചുമന്നത്. ആൽബി അതെന്റെയാ. തട്ടിക്കൊണ്ടുപോയി കേസെടുക്കണ്ട. വേർത്ത് ഇവിടെ ചൂടും മഴയും ഒരുമിച്ച. അമ്മേ വണ്ടി കിട്ടി. ആൾ വണ്ടിപ്പോൾ കൊണ്ടുവരാന്ന് പറഞ്ഞു. എല്ലാവരും പിച്ചക്കാരായി. 1 2 3 സൂപ്പർ. മഴ വേറെ. വണ്ടിക്കാരിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഓ അയ്യ. ബാക്കി ഞങ്ങൾ ലഗേജൊക്കെ ആയിരുന്നു. ഇത്രയും ലഗേജ് കയറ്റിയിട്ട് വേണം ഫ്ലാറ്റിലേക്ക് പോകാൻ. അയ്യോ, ബാക്കി വണ്ടി വെച്ച് കാണാം. ക്യാബ് കിട്ടി ഗൈസ് സക്സസ്ഫുള്ളി. എല്ലാവരും വേർത്ത് ചീഞ്ഞ്. ഇവിടെ മഴക്കാറാണ്, പക്ഷേ വെയിറ്റ് താങ്ങി വന്നുകൊണ്ടാണ് നമുക്ക് ചൂടിരിക്കുന്നത്. വേറെ കുളിച്ചു നോക്കി. അതെ അതെ ഇതുണ്ടോ. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കുളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സോപ്പ് വെച്ചിട്ടോളാം. ഇതിൽ നമ്മുടെ വണ്ടി ഓടിക്കുന്ന ചേട്ടന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ മുമ്പിൽ നിന്ന് ഇരിക്കുന്നുണ്ട്. ഉറങ്ങാണ്ടിരുന്നാൽ മതി. ഇവിടെ ക്യാഷ് ഡീൽസ് ചെയ്യുന്ന ഒരു കുട്ടി വണ്ടിക്കാരൻ കൊടുക്കാൻ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ 2 മണിക്കൂർ ഇനി ഇവിടെ വണ്ടിയിൽ യാത്ര. മിയാമിൻ ഞങ്ങളുടെ ഫ്ലാറ്റിൽ കൊണ്ടിറക്കുന്നതാണ്.
ഓണൊരു ഫുഡ് വാങ്ങണം. കള്ളി നിങ്ങളുടെ വണ്ടിക്കാരൻ്റെ പൈസ കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാണ്. ഹൗ ഡെയർ യു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോണ നാവിഗേറ്റർ എത്ര ദൂരമുണ്ട് നമുക്ക് ഇനി? യെസ്, 1 hour 15 minutes ഉണ്ട് യാത്ര. എല്ലാവരും ഇങ്ങനെ വ്യൂ ഒക്കെ ഉണ്ട്. ഇവനോട് വൈഫൈ റീചാർജ് ചെയ്തോണ്ടിരിക്കുക. ഫ്ലാറ്റിൽ വൈഫൈ വന്നിട്ടില്ല. ഡൽഹി നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കുന്നത്. ദൈവമേ, ഫോൺ തട്ടിക്കൊണ്ടു പോവാൻ അയാൾ കൊണ്ടുപോകും. അതെ, പോകും എന്ന് പറഞ്ഞാൽ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലൂടെ നമ്മൾ ഒരു ക്യാബും വിളിച്ച് യാത്ര ആരംഭിച്ചു. ആ യാത്രയിലൂടെ പല കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. അങ്കിളുമാർ, ആന്റിമാരില്ല, ആന്റിമാർ, കുട്ടികൾ, ബൈക്കിലെ ചേട്ടന്മാർ. വഴിയിൽ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ഇന്നൊന്നും വീട്ടിലെത്തുമെന്ന് തോന്നുന്നില്ല. അയാളുടെ ഗൂഗിൾ മാപ്പിൽ നോക്കി അയാൾ വേറെ അയാളെ കാണുന്നില്ല. രാവിലെ 12 മണിക്ക് എണീറ്റത് കൊണ്ട് ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. ഇനി വീട്ടിലെത്തിയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. കഴിക്കാതെ പോയാൽ ഇതുപോലെ പട്ടിണിക്ക് യാത്ര ചെയ്യേണ്ടി വരും. ശിബുദിനം മഴ വിളിച്ചു പോയിട്ടുണ്ടോ? ആ കാണുന്നത് വേസ്റ്റ് മലയാണ്. അയ്യോ, ഒരു വണ്ടി വന്നു ഫ്രണ്ടിൽ കയറി. മണം കേട്ടോ. സോനിപ്പട്ട് പാനിപ്പത്ത്. പണിക്കാരാണ്. ഭയങ്കര വലിയ മലയാ, കണ്ടോ? ക്യാമറ മാത്രം ചിരിക്കുക. വിളിച്ചപ്പോഴാണ് ഇങ്ങനെ വേറെ എവിടെ സ്ഥിരമാണ്. എന്തിനും മണം വിശന്നിട്ടാ തോന്നി. അടി കിങ്സ്ബറി. നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതെ, പലരുടെയും വീഡിയോ കണ്ടിട്ടുണ്ട്. ആ വീട്ടിലേക്ക് തന്നെ അടി ഹാപ്പി. Definitely. സന്തോഷം. നമ്മുടെ പശുക്കൾ മക്കളെ, അമ്മ തിരിച്ചു വന്നിരിക്കുന്നു. ഇതെല്ലാം പുരോഗമിച്ചിട്ടും ഈ റോഡ് മാത്രം അത് മാത്രം പുരോഗമിക്കില്ലല്ലോ, കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലമാണല്ലോ. ഇത് മാത്രം എത്ര കേട്ടോ, നമ്മൾ കുതിരവണ്ടിയിലാണ് ഇത്ര നേരം ഓഫ് റോഡ്. വടിലാൽ. ഇതാണ് നമ്മുടെ ആൽബിയുടെ ഒക്കെ ബ്ലോക്ക്. അമിത് ടാറ്റ കൊടുത്താലോ? അതിന്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഇന്ന പക്കം നമ്മളെ കുറെ സഹായിക്കാതെ അച്ഛനെ എപ്പോഴും കൂടെ തുറക്കണം. അപ്പോഴും ഇപ്പോഴും ക്യാമറ ഇവിടെ എത്തിയിട്ട് ഉറക്കപ്പിച്ചിലാണ്. ഉറക്കം വന്ന് റിയാലിറ്റിയിലേക്ക് റിയാലിറ്റിയിലെത്തിയില്ല. അപ്പൊ നമ്മള് നമ്മുടെ സ്ഥലത്തെത്തി. ഇനി ഇതാണ് നമ്മുടെ ബ്ലോക്ക്. ഞാൻ കാശൊക്കെ കൊടുക്കട്ടെ കേട്ടാ. കോലല്ലാതും ചത്ത് നിർത്തുന്നു. ബൈ ബൈ.
വാ വാ പുട്ടേ വാ പുത്തിൻ്റെ പൊടിയേ വാ